എന്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എല്ലാവർക്കും സുഖാണ്. ആ, ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ അവസ്ഥ എന്താ? ഉപ്പാക്ക് നടക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ പറയും, എന്നാലും പള്ളിയിലൊക്കെ പോവും. ഉമ്മാക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, പ്രഷറിന്റെ ഗുളിക നിർത്തരുതെന്ന് മാത്രം. എന്ത് അസുഖം ഉണ്ടെങ്കിലും 5 നേരത്തെ പള്ളി പോക്ക് ഉപ്പ മുടക്കാറില്ല. ഹസീനാന്റെ കത്തുണ്ട്. ഓളകത്ത് വായിക്കണമെന്നില്ല, അതിലെന്താ എഴുതിയെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ജീവിതത്തിൽ വലിയ അബദ്ധം ഒന്നേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് ഹസീനാനെ കെട്ടി എന്നുള്ളതാണ്. ഓളെ ബാപ്പ ഓഫർ ചെയ്ത വിസയിലെ ഞാൻ മയങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ കല്യാണം നടത്തി. അതിന്റെ ഫലം ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവളും അവളുടെ ബാപ്പയും ഒരു രേഖ വരച്ചിട്ടുണ്ട് എന്റെ മുമ്പിൽ. അതിലൂടെ ഞാൻ സഞ്ചരിക്കണം. പിന്നെ ഒരു 100 പെരുമാറ്റച്ചട്ടങ്ങൾ വേറെയും. ആദ്യകാലത്തൊക്കെ എന്നെ ശരിക്കും നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞു. പക്ഷേ എന്ത് പ്രായശ്ചിത്തം ചെയ്താലും മായ്ക്കാൻ കഴിയാത്ത കുറ്റബോധം മനസ്സിലുണ്ടായി. ഞാൻ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും അനിയന്മാരോടും ഒക്കെ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ പെരുമാറി എന്നുള്ളതാണ് അതിനുള്ള കാരണം. അത് പൊതുവെ ഗൾഫുകാരുടെ അനുഭവമാണ്. വീട്ടുകാർ ഒറ്റപ്പെടുത്തുമ്പോൾ ആശ്വസിപ്പിക്കാൻ കൂടെ നിൽക്കുന്നത് ഭാര്യമാരാണ് എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ഗൾഫുകാരുടെയും അനുഭവം. മറ്റുള്ളവരുടെ അനുഭവം എന്റേതുകൂടിയാണ് എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു കളഞ്ഞു. ആ, വേഗം വാ, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഏതാ ഈ പുതിയ അവതാരം? നാട്ടുകാരനാ. എന്താ പേര്? സുബൈർ. ഏത് കമ്പനിയിലേക്കാ? ഫ്രീ വിസ ആണ്, ജോലി കണ്ടുപിടിക്കണം. ആഹാ, ഇയാൾക്കൊരു കൂട്ടായല്ലോ. നിങ്ങളെ പേരെന്താ? മുഹമ്മദ് അലി. മോമാലി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. കുഞ്ഞിപ്പ എന്ന് പറയണം, കോട്ടക്കൽ കുഞ്ഞിപ്പ. കോട്ടക്കല വീട്? ആട്ടാ, നിനക്ക് എന്ത് ജോലി അറിയാ? ഡ്രൈവിംഗ് അറിയാം. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? പ്രീ ഡിഗ്രി. കൊള്ളാം. പ്രീ ഡിഗ്രി ലൈസൻസും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആട്ടെ, വിസക്ക് എത്ര കൊടുത്തു? 1.15. 1,15,000. ടിക്കറ്റ് ഉൾപ്പെടെയാണ്. ആണോ? എന്നാ ഭയങ്കര ലാഭം. നിനക്കൊന്നും വേറെ പണിയില്ല, ജോലി അന്വേഷിക്കാൻ പറ്റിയ യോഗ്യത പോലുമില്ല. ട്രാവൽ ഏജൻസി പറയുന്ന പൈസയും കൊടുത്ത് പറന്നിങ്ങോട്ട് വന്ന അവിടെ പൊന്നു വരാന്നാ വിചാരം. നാട്ടിൽ കൈക്കോട്ട് പണിക്ക് പോയാൽ ദിവസം 150 റുപ്യ കൂലി കിട്ടും, 2 നേരം ഭക്ഷണം. നീ നോക്കണ്ട, നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്കറിയാം. എനിക്കും കൂടി ഈ പണി ചെയ്യാൻ പറ്റില്ലായിരുന്നോ എന്നല്ലേ നിന്റെ ചിന്തയില്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നീ എന്ത് ചിന്തിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. എന്തിനാടാ പാവത്തിന് വെറുതെ ടെൻഷൻ ആക്കണത്? ഇപ്പൊ വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. मैं उसका साथ गुस्सा नहीं कर रहा हूँ, मैं इसका समझाने के लिए बोल रहा हूँ. ഓ ठीक है, वो अच्छा है. ആ പാവത്തിന് വിഷമായോ ആവോ? ആ, കിടക്ക. എവിടെ കത്ത്? ഈ കത്ത് വേണ്ടിയിരുന്നില്ല, ഇതോടെ കിടക്കട്ടെ. അൻജന്റെ കത്തുണ്ട്, ഇത് വായിക്കാം ആദ്യം.
എന്താ രണ്ടാളും കൂടി ഇങ്ങനെ നിക്കണ്? എന്നെയും കാത്തിരിക്കാണ്. എന്താ വേറെ മാർഗം ഇല്ലായിട്ടാ മക്കളെ. വീടും പറമ്പും വിൽക്കാൻ വെച്ചിക്കണ്. കടക്കാരോട് ഈ ഞവരി പറയാൻ ബാപ്പാക്ക് വയ്യ. നിങ്ങൾ അളിയന്മാര് ബാക്കി കൊടുക്കാനുള്ള പണ്ടം ചോദിച്ച് പെങ്ങന്മാരെ ഇണങ്ങറാക്കാൻ തുടങ്ങിക്കണ്. അതൊക്കെ കൂലിപ്പണി എടുത്ത് വീട്ടാൻ കഴിയുന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാവിലെ പോയി പെട്ടിപ്പെട്ടിയും തുറന്നിരിക്കാന്നല്ലാതെ എനിക്ക് എന്താ കിട്ടണത്? സുബൈറിനാണെങ്കിൽ ദിവസം മുഴുവൻ ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടണത് അവന്റെ ചങ്ങായിമാരെ സൽക്കരിക്കാൻ തന്നെ തികണില്ല. എപ്പോഴേയും 10 ഉറുപ്പ്യേന്റെ മീൻ വാങ്ങി കൊണ്ടുപോയാൽ ഒക്കെ ആയി എന്നാ അവന്റെ വിചാരം. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ മക്കള് പറയും. തടിക്കാക്കണ്ടെങ്കിൽ മരിക്കണത് വരെ തലയിലേറ്റി നിങ്ങൾക്ക് ഞാൻ തിന്നാൻ തരൂ. പക്ഷെ 1.5 ലക്ഷത്തോളം വരുന്ന കടമ്പ് ഇട്ടേ ഞാൻ എന്താ ചെയ്യാ? ഷാഹിനാനെയും കൂടി കെട്ടിച്ചു വിടണ്ടേ? നാനൂറോ 500 റിയാൽ ശമ്പളമുള്ള വിസക്ക് പോയിട്ട് കാര്യമില്ല. അനക്കൊരു കരയേറ്റം വേണമെങ്കിൽ 1500 റിയാൽ ശമ്പളം എന്തെങ്കിലും വേണം. അതിന് എനിക്കിപ്പോൾ എന്ത് പണിയാരിയാ? ഗൾഫിൽ ഓട്ടോറിക്ഷ അല്ലല്ലോ. എന്ത് പണിയാലും വേണ്ടില്ല, നാട്ടിൽ നിൽക്കാൻ ഏതായാലും കഴിയില്ല. നിങ്ങൾ വിചാരിച്ച ഒരു വിസ ശരിയായി തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എനിക്ക് ഫ്രീ വിസക്ക് പോകാൻ പറ്റുമോ? അവിടെ ചെന്ന് നല്ല ജോലി കണ്ടുപിടിക്കാം. നല്ല ശമ്പളം കിട്ടണ ജോലിക്ക് പോയാൽ മതിയല്ലോ. മാറണമെന്നുണ്ടെങ്കിലോ അതിനും പ്രശ്നമില്ല. എന്തിയെ? അല്ല, ഫ്രീ വിസക്ക് പോയാൽ ജോലി കിട്ടുന്നവർ എന്താ ചെയ്യാ? ആ കാര്യത്തിലേക്ക് ബേജാറാകണ്ട. ഗൾഫിൽ എവിടെ ചെന്നാലും നമ്മളെ നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയാൽ മതി. പിന്നെ താമസം, ജോലി, ഭക്ഷണം എല്ലാം ഊരി നോക്കും. താല്പര്യം ഉണ്ടെങ്കിൽ പറയും. അബുദാബിക്ക് ഒരു ഫ്രീ വിസ കിട്ടാണ്ട് 1.25 കൊടുക്കേണ്ടി വരും. 1.25 ലക്ഷോ? അത്ര വലിയൊരു സംഖ്യ എങ്ങനെ ഉണ്ടാക്കുക? അതിൽ കൂടുതൽ കൊടുത്തു പോകാനും ആളുണ്ട്. എന്നാ പിന്നെ വേറെ വിസ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. എന്തിയേ? അല്ലെങ്കിൽ വേണ്ട, ഒരു 1.15 തരുമോ? ഇന്റെ കമ്മീഷൻ വേണ്ട, അന്റെ നസീബ് തെളിയട്ടെ. എന്തിയേ? ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിച്ചെന്ന വിസ ആൺകുട്ടികൾ കൊണ്ടുപോകും. ഇന്റെ കയ്യിലുള്ള സാധനമാണെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാം, ഇത് ട്രാവൽസിലുള്ള വിസയാണ്. എന്നാ പിന്നെ അതിൽ ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ KP ട്രാവൽസിന് വാ. മെഡിക്കൽ പെട്ടെന്ന് ചെയ്യാം. ഒരു 10-25 റുപ്യ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഹലോ, മൈദീനാണ്. അബുദാബിക്കുള്ള വിസ എനിക്ക് വേണം. നമ്മളിരുത്ത ആളുണ്ട്. 1 ലക്ഷം ഞാൻ മേടിച്ചരാം. ആ ആ ആ ആയിക്കോട്ടെ. അല്ല, ഞാൻ നാളെ പാർട്ടിനും കൊണ്ട് അങ്ങോട്ട് ട്രാവൽസിക്ക് വരാം. എന്ത് ചെയ്യാം? ഓക്കെ. ആ, കാര്യങ്ങളൊക്കെ നീ ബാപ്പയോടൊന്ന് സംസാരിക്കണം. കുറച്ചു കാലം എവിടെയെങ്കിലും വാടക താമസിക്കുക. എനിക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഷാഹിനെ കിട്ടിക്കലും വീടുണ്ടാക്കലും ഒന്നും ഒരു പ്രശ്നമില്ല. ഇത്ര വലിയ സംഖ്യ കൊടുത്ത് പോണോ? അധികം ചിന്തിച്ച് കുത്തിയിരുന്ന ഒന്നും നടക്കില്ല. എല്ലാവരെയും ഒന്ന് രക്ഷപ്പെടുത്തണം. ഇപ്പൊ അത് മാത്രമാണ് എന്റെ ചിന്ത. ഏതായാലും ഞാൻ രാത്രി വാപ്പനോടൊന്ന് സംസാരിക്കട്ടെ.
2 മാസം കൂടി കഴിഞ്ഞ പണം മുഴുവൻ തരും എന്നാ പറഞ്ഞത്. അന്ന് എന്നെ റേസായി കൊടുക്കുകയും വേണം. തൽക്കാലം എവിടെയും വാടകയ്ക്ക് കൂടാ. അതെന്റെ മനസ്സിലുണ്ടാവണോ. അതാലോചിച്ച് ഉപ്പ വിഷമിക്കണ്ട, അതിനൊക്കെ ഒരു വഴി ഞാൻ കാണും. ആ ഒക്കെ പഠിച്ചോ ഹയറാക്കട്ടെ. റംലയും സൂറിയൊക്കെ ഒന്ന് വരുമ്മ. പിന്നെ ഓല് വരാണ്ടക്ക? മറ്റന്നാള് സുബേർ പോകുമ്പോ ഓല് വരാണ്ടക്കണ എങ്ങനെ? പിന്നെ എന്റെ അളിയന്മാര് ഹുസൈനും ബീരാനൊക്കെ അല്ലേ, ഓല് ഇങ്ങോട്ട് വരാനൊരു കാരണം കാത്തിക്ക. എന്താ എല്ലാരും തമാശ പറഞ്ഞിരിക്കുന്നേ? ഒന്നുമില്ല എന്റെ കുട്ടിയെ, എന്റെ അളിയന്മാരെ വർത്താനം പറഞ്ഞു കുത്തിരിക്ക. നിങ്ങൾക്കൊക്കെ എന്താ ആവശ്യമുണ്ടെങ്കിൽ എഴുതാനും അറിയിക്കാനൊന്നും മടിക്കരുത്. വിഷമൊന്നുമില്ലാതെ അവിടെ എത്താനും നല്ലൊരു പണി കിട്ടാനും എന്റെ തേട്ടം. എല്ലാരും അതിന് തേടിക്കോളി. ഇവിടുത്തെ കാര്യം ഒന്നും ആലോചിച്ച് ഈ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഷമീമേ, പഠനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ കുടുംബത്തിൽ പഠിപ്പുള്ള ഒരാളെങ്കിലും ഉണ്ടാവട്ടെ. ഞങ്ങളെപ്പോലെ ഉഴപ്പാൻ നിൽക്കരുത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരും.